നമസ്കാരം. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടുന്ന ബസ്സിന് മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു കുട്ടി. ബസ് ഡ്രൈവറുടെ അവസരോചിതമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ആ വലിയൊരു അപകടം ഒഴിവായത്. വലിയ പറമ്പിനും ചെറുമുറ്റത്തിനും ഇടയിൽ കിണറുപടിയിലാണ് ഈ സംഭവം. ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ് ഈ കാര്യം പുറത്തു കൊണ്ടുവന്നത്. എന്നാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് തലക്കെട്ടുകൾ. ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പ്രിയദർശിനി പേരിൽ പദ്ധതി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുമെന്ന ഉടമകൾ. വയനാട്ടിൽ ആശങ്കയായി ഷിഗല്ല. 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചവരുടെ എണ്ണം 8ആയി. നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി. വധശ്രമ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെ പൂജപ്പുര ജയിലിലടച്ചു. സുഗതന് പിന്തുണയുമായി മേയർ VV രാജേഷ്. പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി. നഗരസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് LDF. ലക്ഷ്മിപ്രിയക്കെതിരായ അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. സ്റ്റേഷനിൽ ഉണ്ടായത് വാഗ്വാദം മാത്രം. ലക്ഷ്മിപ്രിയയുടെ പരാതിയിലും കഴമ്പില്ലെന്ന് റിപ്പോർട്ട്. ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ നടപടി കൂടിയാലോചനകൾക്ക് ശേഷം. കോടതിയെ സമീപിക്കാൻ അൻസിബ. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു. MP സുഷ്മിത ദേവ് രാജ്യസഭാ അംഗത്വം രാജിവെച്ചു. BJPയിലേക്ക് എന്ന സൂചന. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ചർച്ച നടത്തി. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകന് വിട. ഭാരതി രാജയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ ലോകം. 6 തവണ ദേശീയ പുരസ്കാരം നേടിയ അതുല്യ പ്രതിഭ. വൈകാരിക കുറിപ്പുമായി മോഹൻലാൽ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. US-ന്റെ F-35 യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകൾ തകർത്തതായി IRGC. അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാൻ. വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലൈവ് 6ലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര. ആദ്യഘട്ടം ഓർഡിനറി ബസ്സിൽ മാത്രമാണ് സൗജന്യ യാത്ര. പ്രായ വരുമാന വ്യത്യാസമില്ല. പ്രിയദർശിനി എന്ന പേരിലാണ് സൗജന്യ യാത്രാ പദ്ധതി. ഇതിലൂടെ മാസം 70 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും. KSRTCയെ സർക്കാർ സഹായിക്കും. കൂടുതൽ സർവീസുകൾ ഇറക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ വരുമാന ഭേദമന്യേ യാത്ര അനുവദിക്കും, സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പ്രഖ്യാപനമായിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയും ചെയ്തു. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകി. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്തുകയാണ്. പ്രായഭേദം വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൗജന്യം ലഭിക്കും. എന്നാൽ മുഴുവൻ ബസ്സുകളിലും യാത്രയ്ക്കുള്ള തീരുമാനം ഇപ്പോഴില്ല. KSRTCക്ക് വലിയ ബാധ്യതയുണ്ടാക്കുന്ന ഒന്നാണിത്.
വരുമാനം മെച്ചപ്പെടുത്തിയ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിക്കുന്നത്. മലബാറിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ഓർഡിനറി ബസ്സുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടുമ്പോൾ അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യത്തിൽ തുടരാലോചന ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും സ്വകാര്യ ബസ് ഉടമകൾ വലിയ എതിർപ്പുമായി ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര നൽകാത്തത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന് ലംഘനമെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇതിനപ്പുറം ചെയ്യാൻ കഴിയില്ല നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. 15 മുതൽ സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഓർഡിനറി ബസ് യാത്രാ സൌകര്യം ഇല്ലാത്തിടങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്രയാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രിയദർശിനി എന്ന പേരിലാകും ഇത് നടപ്പാക്കുക. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പാക്കുന്നതോടെ സ്വകാര്യ ബസ് സർവീസ് നിലയ്ക്കുമെന്ന് ബസ് ഉടമകൾ. സ്വകാര്യ ബസ് മേഖലയെ തകർക്കാൻ സ്വകാര്യ ബസ് മേഖലയെ സർക്കാർ അവഗണിച്ചു. നാളെ തൃശൂരിൽ അസോസിയേഷൻ യോഗം ചേർന്ന് ഭാവി പരിപാടി ആലോചിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറഞ്ഞു. ഓർഡിനറി ബസ്സുകളിൽ ആണ് താൽക്കാലികമായിട്ട് ഞങ്ങൾ വന്നാൽ ഞങ്ങളെ ബാധിക്കുക. ഈ മേഖലയിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂടുതൽ ബാധിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ എല്ലാ 20 മിനിറ്റ് ഇടപെട്ട് ടൗൺ ടു ടൗൺ ബസ്സുകൾ ഓടുന്നുണ്ട്, ഓർഡിനറി ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ ബസ്സുകൾ അവിടെ ഇവിടെയൊക്കെ ഓടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം അതിനൊന്നും കണക്കിലെടുക്കാനല്ല. ഇപ്പം അത് ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നാളെ എം എൽ എമാരൊക്കെ നിയമസഭയിൽ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു. ഞങ്ങൾ മലബാറിൽ ആകെ 20% 20%. അപ്പോൾ നാളെ ഇവരൊക്കെ എം എൽ എമാരൊക്കെ ആവശ്യപ്പെട്ട കൂടുതൽ എം എൽ എമാരും മലബാറിലുള്ളത്. ഇവരാവശ്യപ്പെട്ട കൂടുതൽ ബസ്സുകളൊന്നും ഇവിടെ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളതിനെ മലബാറിൽ നിന്നും മറ്റേ തെക്കോട്ടൊന്നും ഞങ്ങൾ വേറെ കാണുന്നില്ല. അവിടെ ഞങ്ങളുടെ ബസ്സുകൾ ഈ പറയുന്ന സർക്കാർ പറയുന്ന മുഴുവൻ സാമൂഹിക ബാധ്യതകളും കാലാകാലങ്ങളിൽ നിറവേറ്റിക്കൊണ്ട് സർവീസ് നടത്തുന്നവരാണ് ഞങ്ങളുടെ ബസ്സുകാർ. ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ പറയാനുള്ള ഞങ്ങൾ ഗവൺമെന്റിന്റെ പാക്കേജൊക്കെ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചർച്ചകൾ നടക്കേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ബസ്സുകൾ ഏറ്റെടുക്കേണ്ട കാര്യം സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഞങ്ങളെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു നടപടികൾ ഉണ്ടായാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ. മിനിമം നിരക്ക് 50 രൂപയാക്കണമെന്നാണ് ആവശ്യം. 2022 ശേഷം നിരക്ക് വർധനവുണ്ടായിട്ടില്ല എന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് 2022 അവസാനമായിട്ട് ചാർജ് വർധനവ് 30 വന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് പരിഗണനയിലേക്ക് ഇവർ കഴിഞ്ഞ ഭരണം അത് നടത്തിയില്ലായിരുന്നു. അപ്പോൾ അവരിറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ തുടർന്ന് വന്ന ഇപ്പോഴുള്ള UDF ഭരണം നമ്മൾക്ക് അനുകൂലമാണ് എന്ന പ്രതീക്ഷയോടുകൂടി ഒരു ധർണയുമായി സംസ്ഥാനത്തുള്ള എല്ലാ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയാണ് മിനിമം രൂപ മിനിമം ചാർജിലോട്ട് എത്ര കിലോമീറ്റർ 25 റുപ്പീസും 25 രൂപ അപ്പ് ആൻഡ് ഡൗൺ. അതായത് 50 രൂപ മിനിമം ചാർജ്, പെർ കിലോമീറ്റർ 25. അതിന് അപ്പ് ആൻഡ് ഡൗൺ ആണ് 50. അതെ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 7-ാം തീയതി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് പോസിറ്റീവായത്. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8ആയി. വയനാട്ടിലെ ഷിഗല്ല ബാധ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതായി സംശയമുണ്ട്. പരിശോധനാ ഫലം ലഭിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും എന്നും മന്ത്രി. 38 കുട്ടികളാണ് ഇന്നലെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതിൽ 12 പേർ സർക്കാർ ആശുപത്രിയിലും മറ്റുള്ളവർ സ്വകാര്യ ആശുപത്രിയിലുമാണ്. 2 രക്ഷിതാക്കളെ പ്രത്യേകം ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട് അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ, പക്ഷേ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതിന് സംശയം വന്നിട്ടുണ്ട്. അത് ഇന്നത്തോടെ അതിന് റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ആ വിദ്യാലയത്തിലെ ബോർവെല്ലിൽ നിന്ന് പരിശോധിച്ചു, തകരാറൊന്നുമില്ല. പക്ഷേ കിണറിൻ്റെ പരിശോധന റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നുകൂടെ, അതായത് ഇതിൻ്റെ ഒരു കണക്കനുസരിച്ച് ചിലപ്പോൾ 5 ദിവസം വരെ എടുക്കാം, എന്നാലേ അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. കഴിയുന്ന വേഗം റിപ്പോർട്ട് ലഭ്യമാക്കുന്നുണ്ട്. കാരണം രക്ഷിതാക്കൾക്ക് ഒരു ഭയപ്പാടുള്ളത് ഈ കിണറിൽ നിന്നാണ് വെള്ളം വന്നത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുട്ടികളെ അയക്കാനൊരു ഭയമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ ആ വിദ്യാലയം തുറക്കുന്ന കാര്യം ആലോചിക്കും. തിരുവനന്തപുരത്ത് വധശ്രമ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ മർദ്ദനമേറ്റ വട്ടിയൂർക്കാവ് CA വിപിൻ
SI അഭിജിത്ത് എന്നിവർക്ക് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകും. ഇന്നലെ രാത്രിയാണ് വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ നാടകീയ സംഭവങ്ങളുണ്ടായത്. സ്ഥലത്ത് BJP പ്രവർത്തകർ വളഞ്ഞതോടെ CI ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കാപ്പ ചുമത്തി ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിലിടാൻ നിർദ്ദേശിച്ച ആളാണ് സുഗതൻ. പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP അടുത്തുനിന്ന്. അപ്പോൾ പിന്നെ പ്രതിയെ പിടിക്കുകയും മെഡിക്കൽ നടത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ അറ്റ് പ്രസന്റ് മനസ്സിലാക്കുന്നത്. പോലീസുകാർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരും ചികിത്സ തേടിയിട്ടുണ്ട്. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ അതെല്ലാം പരിശോധിക്കാം. ഓക്കെ സർ, ഇവരുടെ ഇഞ്ചുറി എങ്ങനെയുണ്ട്? CIയുടെയും SIയുടെയും ഇഞ്ചുറി എങ്ങനെയുണ്ട്? ആ കാര്യം ഞാൻ അതൊന്ന് വിലയിരുത്തണം. ഓക്കെ, അദ്ദേഹം ചികിത്സ നേടിയിട്ടുണ്ട്. അതിന്റെ പരുക്കേണ്ട ഗുരുതരാവസ്ഥയാണ്. അല്ല എന്താണെന്ന് റിപ്പോർട്ട് വരണ മുറിക്ക് പറയാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറായിട്ടുള്ള സുഗതന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് അറസ്റ്റിന് വേണ്ടി കഴിഞ്ഞ മാസം നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തള്ളിയിരുന്നു ഹൈക്കോടതി. അതിന്റെ ഭാഗമായി പിന്നീട് പോലീസ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ഇവിടെ എത്തിയ പോലീസ് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കുടുംബാംഗങ്ങളെയും ഭാര്യയും കുട്ടിയും അടക്കം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾ ഈ അറസ്റ്റ് തടസ്സപ്പെടുത്തുകയായിരുന്നു. പിന്നീട് BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീടാണ് വീട്ടിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ആ സമയത്താണ് പോലീസ് ഈ സംഘർഷാവസ്ഥ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അത് ജനങ്ങളെ ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി ആകാശത്തേക്ക് SHO വിപിൻ വെടിയുതിർക്കുകയും പിന്നീട് പോലീസ് ഇവിടെ നിന്നും സുഗതനെ ബലമായി അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്നും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോവുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച കേസിലടക്കം സുഗതനെതിരെ മറ്റൊരു കേസും എടുത്തിട്ടുണ്ട്. അനുജന്റെ എതിരെയും കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തിനായാലും ഇതിൽ വിശദമായ റിപ്പോർട്ട് തേടുമെന്നാണ് പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടിയെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടന്ന സമീപത്തെ പ്രദേശത്ത് നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരുന്നത്. ഇതിനു മുൻപ് തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ ഇദ്ദേഹം പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കാപ്പ ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുമായി ഈ ഒരു കൗൺസിലർ ആയതിനു ശേഷം പോലീസുമായി നിരന്തരം സംഘർഷം, പല വാക്കുതർക്കമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ഈ SHO അവധിയിൽ പോയിരുന്നു. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് അടക്കം കടക്കുന്നത്. എന്തിനായാലും പോലീസ് കൃത്യമായ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അറസ്റ്റിലേക്ക് കടന്നത് വളരെ നല്ല കാര്യമാണ്. അതായത് കൃത്യമായ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തത് വളരെ നല്ല കാര്യമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഒപ്പം റിപ്പോർട്ട് കമ്മീഷണർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ നിയമനടപടി, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടും സുഗതനെ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തിനായാലും കൂടുതൽ നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയും ഒപ്പം ഭാര്യയും മകനെയും അടക്കം ഉപദ്രവിച്ചു എന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നിട്ടുമുണ്ട്. എന്തിനായാലും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ക്യാമറാമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കാപ്പ പ്രതിയായ BJP കൗൺസിലർ സുഗതന്റെ അറസ്റ്റിൽ അസ്വാഭാവികതയില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു. പ്രതിയെ ചെന്ന് പിടിക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കേണ്ട എന്നും ആഭ്യന്തരമന്ത്രി. തിരുവനന്തപുരത്ത് വധശ്രമക്കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെ കൗൺസിലിൽ നിന്നും പുറത്താക്കണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് SP ദീപക്കാണ് മേയറോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നേരത്തെ ക്രിമിനൽ സംഘങ്ങളുടെ കൂടാരമാക്കാനാണ് BJPയും നഗരഭരണവും ശ്രമിക്കുന്നതെന്നും ദീപക് ആരോപിച്ചു. മാസപ്പടി കേസിൽ വീണയെ വിശദമായി ചോദ്യം ചെയ്യാൻ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2.78 കോടി രൂപ വിനിയോഗിച്ചതിൽ വ്യക്തത തേടും. CMRലിന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്നും 50 ലക്ഷം രൂപ വായ്പ നേടിയതിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചുവെങ്കിൽ കണ്ടുകെട്ടൽ നടപടിക്ക് സാധ്യതയുമുണ്ട്. കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOയ്ക്ക് ED കത്ത് നൽകിയിട്ടുണ്ട്.
വീണയ്ക്കെതിരായ ED കേസിൽ അന്വേഷണം എങ്ങനെ നടക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും CPM ഇപ്പോൾ പറയുന്നു. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. സമൻസ് അയച്ചപ്പോൾ ഇഷ്ടിക കയ്യിൽ എടുത്തില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ LDFനെ വിമർശിച്ച മുഖ്യമന്ത്രി PM ശ്രീയിൽ ഈ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കരാറിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ LDF സർക്കാരാണ്. മന്ത്രിസഭയെ അറിയിക്കാതെയായിരുന്നു തീരുമാനം. നിലവിൽ പദ്ധതിയുടെ നിയമവശം പരിശോധിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. AK ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി PC ചാക്കോ. ഏത് പ്രതികൂല സാഹചര്യത്തിലും NCPക്ക് ജയിക്കാവുന്ന സീറ്റായിരുന്നു എലത്തൂര്. സ്വാർത്ഥമായ താല്പര്യങ്ങൾ പലർക്കുമുണ്ടാകും. ഇന്ന് MLA ഇല്ലാത്ത പാർട്ടിയായി മാറി. പാർട്ടി വേണ്ട, ഒറ്റയ്ക്ക് എല്ലാം നേടാമെന്ന് കരുതിയവർ പാർട്ടിയെ ഈ ഗതിയിലെത്തിച്ചുവെന്നും PC ചാക്കോ. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 16 വൈദിനിലെ അടക്കം ശ്രദ്ധേയ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. തമിഴ് സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ദിശ മാറ്റിയ സംവിധായകനായിരുന്നു ഭാരതി രാജ. തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമും. തേനിയിലെ അല്ലി നഗരത്തിൽ നിന്ന് മദിരാശിയിലേക്ക് വണ്ടി കയറിയ ഒരു ചെറുപ്പക്കാരന്റെ കഥ. അയാൾ ഭാരതിരാജ ആകുന്നതിന് മുമ്പ് ചിന്നസ്വാമിയായിരുന്നു. പെരിയമാനി തേവരുടെയും മീനാക്ഷി അമ്മാളുടെയും മകൻ ചിന്നസ്വാമി ഭാരതിരാജ ആയതിനു പിന്നിൽ വലിയ കഥയാണുള്ളത്. അല്ലി നഗരത്തിൽ അയാൾ നട്ട പ്രതീക്ഷയുടെ മരങ്ങൾ മദ്രാശി നഗരത്തിലേക്ക് എങ്ങനെ പടർന്നുകയറിയെന്ന കഥ. ശിവാജി ഗണേശനും ചിന്നസ്വാമിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. രക്തബന്ധമല്ല, പകരം ഉള്ളിൽ പടർന്നുകയറിയ ഭ്രാന്തമായ ആരാധനയുടെ കഥ. 1952 തേനിയിലെ ഓല കെട്ടിയ തിയേറ്ററിൽ കണ്ട ശിവാജി ഗണേശന്റെ പരാശക്തി ചിന്നസ്വാമിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. നടപ്പിലും ഇരിപ്പിലും ഭാവങ്ങളിലുമെല്ലാം ചിന്നസ്വാമി ശിവാജിയായി മാറി. അതോടെ കൂട്ടുകാരും അയൽക്കാരും വീട്ടുകാരുമെല്ലാം ആ കുട്ടിയെ ശിവാജി എന്ന് വിളിച്ചു. പിന്നെ നാടകമെഴുത്തും സംവിധാനവും തുടങ്ങിയപ്പോൾ മദിരാശിയിലെത്തി സിനിമാക്കാരനാവാൻ മോഹം. കയ്യിൽ 300 രൂപയും ഒരു ബാഗിൽ തുണിയുമായി ഒരു രാത്രി ഏതോ ലോറിയിൽ കയറി മദിരാശിയിലെത്തി. കടമ്പകൾ പലത് കടന്ന് മദിരാശിയിലെത്തിയപ്പോഴും ഏറെക്കാലം ദുരിതം. ഒടുവിൽ സിനിമാക്കാർക്ക് പിന്നാലെയായി ജീവിതം. സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിൽ കന്നഡ സംവിധായകൻ പുട്ടണ്ണയാണ് ചിന്നസ്വാമിയെ ആദ്യമായി ഭാരതി രാജ എന്ന് വിളിച്ചത്. തമിഴകത്തെ മണ്ണും തമിഴന്റെ മനസ്സും ഭാരതി രാജയുടെ കഥയും കഥാപാത്രങ്ങളുമായി. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങൾ അയാൾക്ക് മുന്നിൽ കഥാപശ്ചാത്തലമൊരുക്കി. തമിഴ് സിനിമയിൽ ഭാവുകത്വത്തിന്റെയും ദിശയുടെയും പുതിയ പാത തുറക്കപ്പെട്ടു. നവസിനിമയുടെ പുതിയ തുടക്കം ഭാരതി രാജയിലൂടെ സംഭവിച്ചു. 1977 5 ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച 16 വയതിനിലെ ആയിരുന്നു ഭാരതി രാജയുടെ ആദ്യ ചിത്രം. തമിഴ്നാട്ടിലെ സിനിമാ കൊട്ടകകളിൽ 1 വർഷത്തിലധികം ഓടിയാണ് 16 വയതിനിലെ ചരിത്രം സൃഷ്ടിച്ചത്. രജനീകാന്തും കമൽഹാസനും ശ്രീദേവിയുമടക്കമുള്ള താരങ്ങളുടെ ഗംഭീര പ്രകടനം ഭാരതി രാജയിലൂടെ പുറത്തുവന്നു. കിഴക്കേ പോകും വെയിൽ, സിഗപ്പൂർ റോജാക്കൾ, നിഴൽകൾ, മുതൽ മര്യാദ തുടങ്ങിയവയാണ് ഭാരതി രാജയുടെ ശ്രദ്ധേയമായ മറ്റു ചിത്രങ്ങൾ. മലയാളത്തിൽ തുടരുമടക്കമുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. തമിഴ് സിനിമയെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയെ തന്നെ ഭാരതി രാജയ്ക്ക് മുമ്പും ശേഷവുമെന്ന് വിലയിരുത്താം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി വാർത്തകളിലേക്ക്. ഇറാനുമേൽ വീണ്ടും ഭീഷണി ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. മികച്ച ഒരു കരാറിനുള്ള ചർച്ചയിൽ കാലതാമസം വരുത്തിയ ഇറാൻ അതിന് വലിയ വില നൽകേണ്ടി വരും. ഇറാന്റെ കര നാവികസേനകൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. വെറും സംസാരമല്ലാതെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയുമില്ല. മിഡിൽ ഈസ്റ്റിനെ ഭീഷണിപ്പെടുത്തിയ ആൾ മരിച്ചുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ബഹ്റൈനിലെ US-ന്റെ സൈനിക താവളങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ കുറിപ്പ്. ഇറാന്റെ തെക്കൻ മേഖലകളിലേക്ക് US നടത്തിയ
ആക്രമണങ്ങൾക്ക് മറുപടിയായിരുന്നു സൈനിക നീക്കം. തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാക്കി സുസ്മിത ദേവ് രാജ്യസഭാംഗത്വം രാജിവെച്ചു. രാജിക്ക് തൊട്ടുപിന്നാലെ അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കൊപ്പമുള്ള വീഡിയോയും പുറത്തുവന്നു. TMC നേതാവ് സുഖേന്ദു ശേഖർ റേയും കഴിഞ്ഞ ആഴ്ച രാജ്യസഭാംഗത്വം രാജിവെച്ചിരുന്നു. ശേഖർ റേയുടെ രാജി അംഗീകരിച്ച് സീറ്റൊഴിവ് പ്രഖ്യാപിച്ച് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലുമായി തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്ന 42 MPമാരിൽ എത്ര പേർ മമതാ ബാനർജിക്കൊപ്പമുണ്ട് എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി. ബംഗാളിലെ 80 പാർട്ടി MLAമാരിൽ 59 പേരും മമതയുടെ തീരുമാനം തള്ളി. ഋതുബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും അത് സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി തിരുവനന്തപുരം CPIMൽ കലാപം. കടുത്ത അതൃപ്തിയിലാണ് V. ശിവൻകുട്ടി. ശിവൻകുട്ടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിട്ടുനിന്നു. V. ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ നിന്ന് V. ജോയ് മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് CPMന് പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വന്നത്. അന്ന് രാജ്യസഭാംഗം കൂടിയായ A. റഹീമിനെ താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായി CPM തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പുതിയ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് കടക്കുമ്പോഴാണ് വലിയ തർക്കം ജില്ലയിലെ CPMലുണ്ടായത്. മുതിർന്ന നേതാവ് കൂടിയായ മുൻ മന്ത്രി V. ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു. DK മുരളി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. DK മുരളിയും ജില്ലാ സെക്രട്ടറി ആകാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചു. KS സുനിൽകുമാർ നേരത്തെ പലതവണ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. സുനിൽകുമാറിന് വേണ്ടിയും ഒരു വിഭാഗം രംഗത്തെത്തിയതോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടത്. ഇന്നലെ വൈകിട്ട് AKG സെന്ററിൽ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗം വിളിച്ചു. ആ യോഗത്തിലും ഭിന്നത മറനീക്കി പുറത്തു വന്നു. ജില്ലാ സെക്രട്ടറി ആകാനില്ലെങ്കിൽ ഇനി ഒന്നിനുമില്ല നിലപാട് V. ശിവൻകുട്ടി സ്വീകരിച്ചു. V. ശിവൻകുട്ടിയെ പിന്തുണച്ച് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നപ്പോൾ ശിവൻകുട്ടിക്കെതിരെ ആനാവൂർ നാഗപ്പനും M. വിജയകുമാറും നിലപാടെടുത്തു. അങ്ങനെയാണെങ്കിൽ ജോയ് തുടരട്ടെ എന്ന നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നത്. രാവിലെ ജില്ലാ സെക്രട്ടറി ചേർന്ന് അതിൽ അത് റിപ്പോർട്ട് ചെയ്തു. ആ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ നിന്നാണ് KS സുനിൽകുമാറും V. ശിവൻകുട്ടിയും വിട്ടുനിന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിലും എതിർപ്പ് ഉയരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജോയിയെ ജില്ലാ സെക്രട്ടറി ആക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുക എന്ന് വലിയ എതിർപ്പ് അക്കാര്യത്തിലുണ്ട്. കാരണം നേരത്തെയും എല്ലാ പദവികളിലേക്കും ജോയ് മാത്രമേ ഉള്ളൂ എന്ന ചോദ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. ആനാവൂർ നാഗപ്പൻ വിഭാഗമാണ് KS സുനിൽകുമാറിന് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നത്. അവർക്ക് വലിയ അതൃപ്തിയിലാണ്. V. ശിവൻകുട്ടിയും കടുത്ത അതൃപ്തി പരസ്യമാക്കി പാർട്ടിയെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും ജോയിയെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ അതൃപ്തിയും അമർഷങ്ങളും CPMൽ തുടരുകയാണ്. വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ജില്ലയിൽ CPMന് ഉണ്ടായത്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഭിന്ന ധ്രുവങ്ങളിലായി നിന്നുകൊണ്ട് CPMന് വലിയ സംഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. നടി അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് തൃക്കാക്കര ACPയുടെ റിപ്പോർട്ട്. പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നും കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലും അടിസ്ഥാനമില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ടിനി ടോമിനെതിരായിട്ടുള്ള അൻസിബയുടെ പരാതിയിൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്നാണ് കടവന്ത്ര പോലീസിന്റെ നിലപാട്. അതേസമയം റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനാണ് അൻസിബയുടെ നീക്കം. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതി വിപുലീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൂടുതൽ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വലിയ പദ്ധതി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറുന്ന ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ. അൻവർ ഹുസൈനാണ് 3 കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളടക്കം ഇയാളുടെ പക്കൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് വാങ്ങിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. നേരത്തെ ഇയാളെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് തച്ചരുക്കോണത്ത് കഞ്ചാവുമായി 3 പേർ പിടിയിലായി. നെടുമങ്ങാട് സ്വദേശികളായ നൌഫൽ, ശരത്ത്, വിനോദ്, മുഹമ്മദ്, റാഷിദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടി. ഡാൻസ് ഓഫ് ടീമും നെടുമങ്ങാട് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് എത്തിച്ച ശേഷം ആവശ്യക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും കഞ്ചാവ് നൽകുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. സാന്ത്വന പരിചരണ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് മലബാർ ഗ്രൂപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനും
സംയുക്തമായി മലബാർ കെയർ കണക്ട് പദ്ധതി നടപ്പാക്കുന്നു. മലബാർ ഗ്രൂപ്പിന്റെ വിപുലമായ ആഗോള ശൃംഖല പ്രയോജനപ്പെടുത്തി IPMന്റെ മികച്ച പരിശീലന പരിപാടികളും കാരുണ്യ സേവനങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, IPM ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ എന്നിവർ ഒപ്പുവെച്ചു. CSR മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് പാലിയേറ്റീവ് കെയർ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് MP അഹമ്മദ് വ്യക്തമാക്കി.